നെക്സ്റ്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഇൻ എ മോളിക്യൂൾ. അതായത് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ കാര്യങ്ങളൊക്കെ പഠിച്ചു. പ്രിൻസിപ്പിൾ എന്താണ്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് കറസ്പോണ്ടിങ് ടു IR ആക്റ്റീവ് മോളിക്യൂൾ. അപ്പോൾ അതാണ് ക്രൈറ്റീരിയ, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. സോ ഇവിടെ നമ്മൾ ഈ വൈബ്രേഷൻസിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ വൈബ്രേഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഡൈപോൾ മൊമെൻറ്റ് ചില മോളിക്യൂൾസിൻ്റെ കേസിൽ ചേഞ്ച് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത്? സോ ആ വൈബ്രേഷനെ കൊണ്ടാണ്, ആ വൈബ്രേഷണൽ മോഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ പഠിക്കുന്നത്, മോഡ്സ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് റിയാക്ഷൻ? ഇപ്പോൾ ഇത് കുറച്ച് മോളിക്യൂൾസാണ് നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ടിൻ്റെ. അപ്പോൾ ഇതിൽ റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് എനർജി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഈ എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ഈ മോളിക്യൂൾസ് ഈ എനർജി എന്തിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്? വൈബ്രേഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വൈബ്രേഷൻ അക്രോസ് ദ ബോണ്ട്, അതായത് ഒരു കോമ്പൗണ്ടിന് ബോണ്ട് ഉണ്ടാവുമല്ലോ, ആ ബോണ്ടിലാണ് വൈബ്രേഷൻ നടക്കുന്നത്. അപ്പം അക്രോസ് ദ ബോണ്ട്, അതായത് ഇപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. HCl ആണ് എടുക്കുന്നതെങ്കിൽ HCl എനർജീനെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, നമ്മൾ കൊടുക്കുന്ന റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഇത് വൈബ്രേഷന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇതാണ് ബോണ്ട്. ഈ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ ബോണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്രോസ് ദ ബോണ്ടാണ് വൈബ്രേഷൻ നടക്കുന്നത്. അങ്ങനെ ബോണ്ടിൽ കൂടെയുള്ള വൈബ്രേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് μ≠0 എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് എത്തും ആസ് എ റിസൾട്ട്. ഇങ്ങനെ ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമുക്ക് ഫൈനലി IR സ്പെക്ട്രം കിട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ വൈബ്രേഷനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെ ഒരു HCl മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെന്നും കൂടി നമ്മൾ അറിയണം. അപ്പോൾ ഒരുപാട് മോളിക്യൂൾസിൻ്റെ കേസിലൊന്നുമില്ല, ജനറലായിട്ട് എന്തൊക്കെ കൈൻഡ്സ് ഓഫ് വൈബ്രേഷൻസ് പോസിബിൾ ആവാം എന്നാണ് നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് വൈബ്രേഷൻസ് ഉണ്ട് ഒരു മോളിക്യൂളിന് പോസിബിളായിട്ട് നടക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ വൈബ്രേഷൻ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആൻഡ് സെക്കൻഡ് വൺ ബെൻഡിങ് വൈബ്രേഷൻ. ഇനി എന്താണ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ? ആറ്റംസ് മൂവ് എലോങ് ദ ബോണ്ട് ആക്സിസ്. ഒരു ബോണ്ട് ആക്സിസിന് എലോങ് ആയിട്ട് ആറ്റംസ് മൂവ് ചെയ്തിട്ട് ഉണ്ടാവുന്ന വൈബ്രേഷനാണ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഇങ്ങനെ ബോണ്ട് ലെങ്ത്തിന് അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ബോണ്ട് ആക്സിസിൻ്റെ അക്രോസ് ആയിട്ട് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ബോണ്ട് ലെങ്ത്ത് ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ആൻഡ് ബോണ്ട് ആംഗിളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ കേസ് ഓഫ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ. ഒന്നുകൂടി ഞാൻ പറയാം. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ് അല്ലേ, ഇതാണ് എടുക്കുന്നത്. ഇതാണ് എന്താണ്? ബോണ്ട് ആക്സിസ്. ഇതാണ് ബോണ്ട് ആക്സിസ്. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടാണ് എന്ത് നടക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് സ്ട്രെച്ചിങ് നടക്കുന്നത്. അപ്പം ഈ ബോണ്ട് ഇതാണിപ്പം ബോണ്ട് ലെങ്ത് എങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടാണ് സ്ട്രെച്ച്. അപ്പോൾ നമ്മൾ ഇത്രയും ആലോചിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെയാണ് ഇതുള്ളതെന്ന് വിചാരിക്കുക. ക്ലിയർ ആവുന്നില്ലേ? ഇങ്ങനെയാണ് ഇതുള്ളതെന്ന് വിചാരിക്കുക. അതായത് ഒരു എൻഡിൽ ഒരു ആറ്റം ഉണ്ട്, ഈ ഒരു എൻഡിൽ ഈ ഒരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദ മൂവ്മെൻറ്റ് ഓർ ഇറ്റ് ഈസ് മൂവ് എലോങ് ദ ആറ്റംസ് മൂവ് എലോങ് ദ ബോണ്ട് ആക്സിസ്. ആറ്റംസ് മൂവ് എലോങ് ദ ബോണ്ട് ആക്സിസ്. അപ്പം ബോണ്ട് ആക്സിസിന് എലോങ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി മൂവ്മെൻറ്റ് ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ എന്തിനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്? ഒന്നെങ്കിൽ ബോണ്ട് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം ഡിക്രീസ് ചെയ്യാം. അപ്പോൾ വൈബ്രേഷൻസ്, അതായത് എനർജി ആക്സെപ്റ്റ് ചെയ്തിട്ട് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്താ? സ്ട്രെച്ചിങ് വൈബ്രേഷൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ബോണ്ട് ലെങ്ത്ത് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം. രണ്ട് ആറ്റംസും രണ്ട് എൻഡിൽ നിന്ന് എലോങ് ദ ബോണ്ട് ആക്സിസിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. ഇതിനാണ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്, സ്ട്രെച്ചിങ് വൈബ്രേഷൻ. അപ്പോൾ രണ്ട് ടൈപ്പ് സ്ട്രെച്ചിങ് പോസിബിൾ ആയിരിക്കും. എന്തൊക്കെയാണ് സ്ട്രെച്ചിങ് പോസിബിൾ ആയിട്ടുള്ളത്? ഒന്നെങ്കിൽ ഇങ്ങനെ കൂടുക അല്ലെങ്കിൽ കുറയുക. അതായിരിക്കുമോ? അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. along the moves atoms move along the
move along the bond axis. That means ഇങ്ങനെ അല്ലേ, along the bond axis. As a result of this movement, bond length increases or decreases അല്ലേ, ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യാം ഓർ ഡിക്രീസ് ചെയ്യാം. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെയുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് ആംഗിൾ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല, കാരണം ഇത് ഇങ്ങനെയൊന്നും ആവുന്നില്ല അല്ലേ, ഇത് ഇവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നത്. സോ ഹിയർ ദ ബോണ്ട് ആംഗിൾ റിമൈൻസ് അൺചേഞ്ച്ഡ്. ബോണ്ട് ആംഗിൾ റിമൈൻസ് അൺചേഞ്ച്ഡ് ഓർ ബോണ്ട് ആംഗിൾ ഈസ് കോൺസ്റ്റൻറ്റ്. ഏതായാലും കുഴപ്പമില്ല, ബോണ്ട് ആംഗിൾസ് റിമൈൻസ് അൺചേഞ്ച്ഡ് ഓർ ബോണ്ട് ആംഗിൾസ് കോൺസ്റ്റൻറ്റ്. ഇതാണ് സ്ട്രെച്ചിങ് വൈബ്രേഷനെ പറ്റിയിട്ടുള്ളൊരു ജനറൽ ഐഡിയ. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, സ്ട്രെച്ചിങ് വൈബ്രേഷൻ 2 ക്ലാസിഫിക്കേഷനാണ്, സിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് അസിമെട്രിക് സ്ട്രെച്ചിങ്. സിമെട്രിക് സ്ട്രെച്ചിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് അത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു സെൻട്രൽ ആറ്റം ഉണ്ട്, അതിന് 2 സൈഡിലും 2 ആറ്റംസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ആറ്റം, ഇപ്പോൾ ഏതെങ്കിലും ഒരു മോളിക്യൂളാണ് ഇതെന്ന് ഇമാജിൻ ചെയ്യുക. സോ ഇവിടെ ആരോ മാർക്ക് ഇട്ടത് കണ്ടോ? അപ്പോൾ രണ്ടും 2 ഡിറക്ഷനിലോട്ടാണ്. പക്ഷേ ഇവിടെ ബോണ്ട് ലെങ്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇത് രണ്ടും സെയിം ആണ്. ഇപ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ സെയിം ആയിട്ട് വരക്കാം, രണ്ടും സെയിം ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും സെയിം ആണ്. അപ്പോൾ അതെന്താണ് അത് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതാണ് സ്ട്രെച്ചിങ് അല്ലേ, ഇതാണ് സ്ട്രെച്ചിങ്. അപ്പോൾ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് സിമെട്രിക് സ്ട്രെച്ചിങ്. ഒന്നെങ്കിൽ ആറ്റംസ് എയ്തർ മൂവ് എവേ ഓർ ആറ്റംസ് മൂവ് ടുവേർഡ് ദ സെൻട്രൽ ആറ്റം. ഒന്നെങ്കിൽ ആറ്റംസ് മൂവ് എവേ ഫ്രം ദ സെൻട്രൽ ആറ്റം ഓർ ആറ്റംസ് അപ്രോച്ചസ് ടുവേർഡ്സ് ദ സെൻട്രൽ ആറ്റം. ഒന്നെങ്കിൽ ഇങ്ങോട്ട് പോവുക അല്ലെങ്കിൽ ഇങ്ങനെ വരിക. ഒന്നെങ്കിൽ ബോണ്ട് ലെങ്ത് കൂടുക കുറയുക, ഇത് തന്നെയാണ്. അതായത് ഇവിടെയുള്ള 2 ആറ്റവും ഒരേ സമയം ഒരേ രീതിയിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ രണ്ടും ദൂരേക്ക് പോവുക അല്ലെങ്കിൽ രണ്ടും അടുത്ത് വരിക, ദൂരേക്ക് പോവുക അടുത്ത് വരിക. സോ ഇതാണ് സിമെട്രിക് സ്ട്രെച്ചിങ്. ആറ്റംസ് എയ്തർ മൂവ് എവേ ഓർ ടുവേർഡ്സ് ദ സെൻട്രൽ ആറ്റം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. സെൻട്രൽ ആറ്റം ആണ്. ഒന്നെങ്കിൽ രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിൽ എവേ ചെയ്ത് പോവുക, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിൽ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, ബോണ്ട് ലെങ്ത് ഒക്കെ സെയിം ആണ്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ബോണ്ട് ലെങ്ത് എന്താണ്, സെയിം ആണ്. 2ൻ്റെ കേസിലും ബോണ്ട് ലെങ്ത് സെയിം ആണ്. ആൻഡ് ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്, മ്യൂ വാല്യൂ എത്രയായിരിക്കും? മ്യൂ വാല്യൂ ഇവിടെ മ്യൂ വാല്യൂ ഈസ് ഈക്വൽ ടു 0. അതെന്തുകൊണ്ടാണ് 0 ആവുന്നത്? ക്യാൻസൽ ചെയ്ത് പോകും. കാരണം ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന പോലെ രണ്ടും ഈക്വൽ ആയിട്ടാണ്, രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലേ, രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനും ആണ്, ഈക്വലും ആണ്. സോ മ്യൂ വാല്യൂ എന്താണ്, ക്യാൻസൽ ചെയ്ത് പോയിട്ട് 0 വരിക. സോ ദിസ് ഈസ് ഫൗണ്ട് ടു ബി ചേഞ്ച് ഇൻ ടൈപ്പ് മൊമെൻറ്റ് വാല്യൂ ഈസ് 0. ഇനി അസിമെട്രിക് സ്ട്രെച്ചിങ് നോക്കാം. അസിമെട്രിക് സ്ട്രെച്ചിങ്ങിൻ്റെ കേസിൽ ഇങ്ങനെയാണ് വരുന്നത്. ഒന്നെങ്കിൽ ഇത് 1 atom approaches toward the central atom while other departs from it. ഒന്നെങ്കിൽ ഇതും അധികം ദൂരേക്ക് പോകും, മൂവ്സ് എവേ അല്ലേ, ഇത് അപ്രോച്ചസ്. അതായത് ഒരേ സമയം 2 ആറ്റവും 2 രീതിയിലാണ് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ആറ്റവുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇത് ഇങ്ങോട്ട് പോവാം, ഇതൊരു ഷോർട്ടർ ആയിട്ടുള്ള ബോണ്ട് ലെങ്ത്തിലോട്ട് പോവാം. അപ്പോൾ ഇത് രണ്ടും പോകുന്നത് ഇങ്ങനെയായിരിക്കും, ഈ ഒരു ഓർഡർ. അപ്പോൾ ഇത് സൈമിൾട്ടേനിയസിലാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ 2ൻ്റെയും ബോണ്ട് ലെങ്ത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഇത്രയേ ഉള്ളൂ ബോണ്ട് ലെങ്ത്ത്, പക്ഷേ ഇവിടെ എന്താണ് ഇത്രയും ദൂരം അത് ഇലോങ്ങേറ്റ് ചെയ്ത് പോയി. ഒന്നെന്താണ് അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്ത് പോവും, ദൂരേക്ക് പോവും. ഇതേപോലെ ഒന്ന് ദൂരേക്ക് ഡിപ്പാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഒന്ന് അപ്രോച്ച് ചെയ്യും ടുവേർഡ് ദ സെൻട്രൽ ആറ്റം. അപ്പോൾ ഇതിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നെറ്റായിട്ട് അല്ലെ, നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഗത്താണോ മോർ ഇലോങ്ങേഷൻ ഉള്ളത് അവിടെയാണ് അതിൻ്റെ നെറ്റായിട്ടുള്ള നെറ്റ് റിസൾട്ടൻ്റ് വരുന്നത്. അപ്പോൾ ഈ എറോ മാർക്ക് അതുകൊണ്ടാണ് ഈ സൈഡിലോട്ട് കാണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഈ ഭാഗത്തോടാണ് കൂടുതൽ ഇലോങ്ങേഷൻ വരുന്നത്. സോ ഈ ഭാഗത്തേക്കാണ് അതിൻ്റെ നെറ്റ് റിസൾട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ കേസിൽ ഇവിടെ ഇങ്ങോട്ടേക്കാണ്, രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ എറോ മാർക്ക് കാണിക്കാത്തത്. സോ ഇതിൻ്റെ കേസിൽ ബോണ്ട് ലെങ്ത് നോട്ട് സെയിം അല്ലേ, ബോണ്ട് ലെങ്ത് സെയിം അല്ല. ആൻഡ് മ്യൂ വാല്യൂ ഈസ് ഫൗണ്ട് ടു ബി നോട്ട് ഈക്വൽ ടു 0. മ്യൂ 0 ആയി പോകുന്നുണ്ടോ, ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല, മ്യൂ വാല്യൂ ഇവിടെ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ അതുകൊണ്ട് അസിമെട്രിക് സ്ട്രെച്ചിങ് വരുന്ന സമയത്ത്, കോമ്പൗണ്ട്സിൻ്റെ കേസിൽ അസിമെട്രിക് സ്ട്രെച്ചിങ് വരുന്ന കേസിൽ അത് എപ്പോഴും ഡൈപോൾ മൊമെൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി IR ആക്റ്റീവും കൂടി ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് സിമെട്രിക് ആൻഡ് അസിമെട്രിക് സ്ട്രെച്ചിങ്.
നെക്സ്റ്റ് വൺ ബെൻഡിങ് വൈബ്രേഷൻ. ബെൻഡിങ് വൈബ്രേഷനെ തന്നെ നമ്മൾ ഡീഫോർമേഷൻ വൈബ്രേഷൻസ് എന്നും കൂടി പറയും. അപ്പോൾ ബെൻഡിങ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻട്രൽ ആറ്റം ഉണ്ട്, അതിന് അക്രോസ് ആയി 2 ആറ്റം കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ബെൻഡിങ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ സിമെട്രി സ്ട്രെച്ചിങ്ങിൽ പറഞ്ഞ പോലെയല്ല, അല്ലെങ്കിൽ സ്ട്രെച്ചിങ്ങിൽ പറഞ്ഞ പോലെയല്ല ബെൻഡിങ് നമ്മൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. കണ്ടോ, ഇവിടെ ഒരു സെൻട്രൽ ആറ്റം ഉണ്ട്, ഇത് രണ്ടും 2 ആറ്റമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇങ്ങനെയാണിത് ബെൻഡ് ആവുന്നത്. അത് ബെൻഡിങ് ജനറലി ഇങ്ങനെയാണ് വരിക. അതായത് ഇവിടെ ഏതിന് ചേഞ്ച് ഇല്ല? ഏതിനിവിടെ ചേഞ്ച് ഇല്ല? ബോണ്ട് ലെങ്ത്തിന് ചേഞ്ച് ഇല്ല, പക്ഷെ എന്ത് ചേഞ്ച് ആവുന്നുണ്ട്? ബോണ്ട് ആംഗിൾ ചേഞ്ച് ആവുന്നുണ്ട്. അതാണ് ബെൻഡിങ്. ജനറലി ബെൻഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, നേരത്തേത് ഇങ്ങനെയായിരുന്നു, ബോണ്ട് ആംഗിൾ അവിടെ കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഇവിടെ ബോണ്ട് ആംഗിൾ ചേഞ്ച് ആവുന്നു, പക്ഷേ ബോണ്ട് ലെങ്ത് ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ അവിടെ പോയിന്റ് എന്താണ്? വാട്ട് ഈസ് ബെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെൻഡിങ് ഓർ ഡീഫോർമേഷൻ വൈബ്രേഷൻ ഇൻവോൾവ് എന്താണ്? ചേഞ്ച് ഇൻ ബോണ്ട് ആംഗിൾ, അല്ലേ? ചേഞ്ച് ഇൻ ബോണ്ട് ആംഗിൾ change in, this involves change in bond angle whereas the bond length remains unchanged. Bond length remains unchanged or constant. മനസ്സിലായില്ലേ? വാട്ട് ഈസ് ബെൻഡിങ് വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ച് ഇൻ ദ ബോണ്ട് ആംഗിൾ whereas the bond length remains unchanged or bond length become constant. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബോണ്ട്, അപ്പോൾ ഇവിടെ ബോണ്ട് ആംഗിളിലുള്ള ചേഞ്ച് ആണെന്ന് നോട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ബെൻഡിങ് വൈബ്രേഷൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ബെൻഡിങ് വൈബ്രേഷൻ്റെ എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്? 2 ഇൻ പ്ലെയിൻ ആൻഡ് ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് പ്ലെയിൻ്റെ അകത്ത് തന്നെ ഉള്ളത്, ഒന്ന് പ്ലെയിൻ്റെ പുറത്തോട്ടുള്ള ഔട്ട് ഓഫ് പ്ലെയിൻ ആയിട്ടുള്ളതുമായിട്ടുള്ള വൈബ്രേഷൻസ് ഉള്ളത്. ഇൻ പ്ലെയിൻ ഉള്ളത് ഞാൻ വായിച്ചിടാം, റോക്കിംഗ് ആൻഡ് സിസറിങ്. ഔട്ട് ഓഫ് പ്ലെയിൻ ഉള്ളത് വാഗിങ് ആൻഡ് ട്വിസ്റ്റിംഗ്. അപ്പോൾ ഇൻ പ്ലെയിനുള്ള റോക്കിംഗ് ആൻഡ് സിസറിങ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വാട്ട് യു മീൻ ബൈ റോക്കിംഗ്? റോക്കിംഗ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ആണ്, അതായത് ഒരു മോളിക്യൂളിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു വൈബ്രേഷൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, റോക്കിംഗ് കാണിക്കുന്ന സമയത്ത് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഇത് 3D ആണ്, അതുകൊണ്ട് നമുക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു, നമുക്ക് ജസ്റ്റ് വേർഡ്സിൽ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. റോക്കിംഗ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ആറ്റംസ് ടേക്സ് പ്ലേസ് ഇൻ ദ സെയിം ഡിറക്ഷൻ. മൂവ്മെൻറ്റ് ഓഫ് ആറ്റംസ് ടേക്സ് പ്ലേസ് in same direction. Atoms in same direction. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഏറോ മാർക്ക് വെച്ച് കാണിക്കുമ്പം റോക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. റോക്കിംഗ് എന്ന് പറയുന്നത് 2 ആറ്റം എടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? മൂവിങ് ഇൻ സെയിം ഡിറക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഇതാണെന്ന് വിചാരിക്കുക, ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഇതെങ്ങനെയാണെന്ന് വിചാരിക്കുക, കണ്ടല്ലോ, അതേപോലെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ റോക്കിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ 2 അറ്റത്തും 2 ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ റോക്കിംഗ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ആറ്റംസ് ഇൻ സെയിം ഡിറക്ഷൻ. ഇതാണ് റോക്കിംഗ്. 2ഉം സെയിം ഡിറക്ഷനിലല്ലേ പോകുന്നത്? 2 ആറ്റവും ഇങ്ങോട്ട് പോകുമ്പോൾ 2ഉം ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുമ്പോൾ 2ഉം ഇങ്ങോട്ടേക്ക് ഒരുമിച്ച് പോകുന്നു. ഇതാണ് റോക്കിംഗ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ 3D വിഷ്വൽ വേറെ ഒരു വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്യാം, ജസ്റ്റ് ഇതിൻ്റെ മൂവ്മെൻറ്റ് മാത്രം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതാണ് റോക്കിംഗ്. അപ്പോൾ ഇവിടെ കൺഫ്യൂസ് ആവാനും ഇത് തെറ്റാനുള്ള സാധ്യതയുണ്ട്, കാരണം ഇത്രയും ടേംസ് എല്ലാം ഉണ്ട്. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് ആറ്റംസ് ഇൻ സെയിം ഡിറക്ഷൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം ഡിറക്ഷനിലാണെന്ന് ആലോചിച്ചാൽ മതി. അടുത്തത് സിസറിങ്. സിസറിങ് എന്ന് സിമ്പിളാണ്. സിസറിങ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നുണ്ട്. എന്താണ്? സിസർ, അല്ലേ? സിസറിൻ്റെ മൂവ്മെൻറ്റ് തന്നെയാണ് സിസറിങ് എന്ന് പറയുന്നത്. നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടൂ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിസർ എടുത്ത്, ഒരു കത്രിക എടുത്തിട്ട് നോക്കിയാൽ മതി. എന്താണ് സിസറിങ് എന്ന് പറയുന്നത്? ആറ്റംസ് മൂവ് എവേ ആൻഡ് കം ക്ലോസർ ടു ഈച്ച് അതർ
ഇൻ സെയിം പ്ലെയിൻ ജസ്റ്റ് ലൈക്ക് ബ്ലേഡ് ഓഫ് സിസേഴ്സ്. അപ്പോൾ ഇതാണെങ്കിൽ നേരത്തെ ഇങ്ങനെയായിരുന്നു റോക്കിംഗ്. ഇതെങ്ങനെയാണ്? നമ്മുടെ സിസേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്നെങ്കിൽ മൂവ്സ് എവേ ഓർ മൂവ് ക്ലോസർ ആൻഡ് ബോത്ത് ആർ ഇൻ spontaneously happens, or both are happen in the same manner. അല്ലെങ്കിൽ atoms move away and come closer to each other in the same plane അല്ലേ? അപ്പം എന്താണ്, ഒന്നെങ്കിൽ ആറ്റംസ് മൂവ് എവേ, ആറ്റംസ് മൂവ്, ഞാനിങ്ങനെ ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ, മൂവ്സ് എവേ ഓർ ക്ലോസർ ഇൻ സെയിം പ്ലെയിൻ. ഒരേ പ്ലെയിൻ തന്നെയാണ് സംഭവിക്കുന്നത് ഒറ്റയടിക്ക് രണ്ടും. അപ്പോൾ ഇത് ആലോചിക്കാൻ വേണ്ടി സിസർ ആലോചിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. കാരണം ഔട്ട് ഓഫ് പ്ലെയിൻ ആണ് 3D, അതായത് പ്ലെയിൻ്റെ പുറത്തേക്ക് വരുന്ന മൂവ്മെൻ്റ് ആണ്. അതിൽ ആദ്യമുള്ളത് വാഗിങ്. വാഗിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ആറ്റംസ് മൂവ് അപ്പ് ആൻഡ് ബിലോ ദ പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ. ബോത്ത് ആറ്റംസ് മൂവ് അപ്പ് ആൻഡ് ബിലോ. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി നമുക്ക് വലിയൊരു എന്താ പറയുക, അത്ര പോസിബിൾ അല്ല ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത്. ഞാനിതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അല്ലാണ്ട് സെൻഡ് ചെയ്ത് തരാം, ഈ ആറ്റത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ 3D. അല്ലാണ്ട് നമുക്കിത് മനസ്സിലാവില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ പ്ലസ് എന്ന് പറയുന്നത് ഇത് സെൻട്രൽ ആയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ്, എന്താ ഇവിടെ പറയുന്നത്? വാഗിങ്ങിനെ ബോത്ത് ആറ്റം മൂവ് അപ്പ് ആൻഡ് ബിലോ. both atom moves up and below the plane, moves up and below the plane with respect to central atom, moves up and below in the plane, out of the plane, ups and below. സെയിം ആയിട്ട് അത് ഒരേ സമയം തന്നെ both atoms moves up and below the plane with respect to below in the plane. നേരത്തെ പോലെ അല്ല, ഡിറക്ഷൻ അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3D ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണെന്ന് വിചാരിക്കുക, 3D ആണേ. അപ്പോൾ ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ട് മൂവ് ചെയ്യുന്നത് ഒന്നെങ്കിൽ മൂവ്സ് അപ്പ് അല്ലെങ്കിൽ മൂവ്സ് ബിലോ, അപ്പ് ആൻഡ് ബിലോ. ഇത് രണ്ടും ഒരേ സമയം, അതിനാണ് വാഗിങ് എന്ന് പറയുന്നത്. അതിവിടെ പ്ലസ് കാണിച്ചത് രണ്ടും പ്ലസ് പുറത്തേക്കാണെന്ന് വിചാരിക്കുക. അതാണ് ഈ പ്ലസ് സൈനോട് കാണിച്ചത്. രണ്ടും ഒരേ സമയം പുറത്തേക്ക് വരുന്നു, അകത്തേക്ക് പോകുന്നുണ്ടോ, ഇങ്ങനെ വരുന്നത്. ഇതാണ് വാഗിങ്. ഇപ്പോൾ ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്വിസ്റ്റിംഗ് കാണിക്കുന്ന സമയത്ത് ഇത് സെൻട്രൽ ആറ്റം എങ്ങനെ കാണിച്ചാൽ മതി? പ്ലസ് മൈനസ്, ഒന്ന് അകത്തോട്ട് പോകുമ്പോൾ ഒന്ന് പുറത്തേക്ക് വരും അല്ലേ? ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ one atom moves and one atom moves up and one atom moves down the plane. One atom moves up, one atom moves down. One atom moves down the plane with respect to central atom. എല്ലാം with respect to central atom ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാറ്റം ഇത് ഒരാറ്റം ഇതാണെങ്കിൽ ഇത് പുറത്തോട്ടേക്ക് വരുവാണെങ്കിൽ ഇതകത്തോട്ട് പോകും. കണ്ടോ, ഇങ്ങനെ. നേരത്തെ നമ്മൾ പ്ലെയിൻ്റെ അകത്തായിരുന്നു പഠിച്ചത്. പക്ഷേ ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാ, ഒന്ന് പ്ലെയിൻ്റെ പുറത്തേക്ക് ഒന്നകത്തേക്ക്. ഇതാണ് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ആറ്റമാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, ഒരിക്കലും ഈ ബോണ്ട് ലെങ്ത് അല്ല. ഞാനിവിടെ കാണിക്കുമ്പോൾ ഇത് ഒരുമിച്ച് കാണിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആറ്റമാണ് ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ടാവരുത്. ആറ്റമാണ് മൂവ് ചെയ്യുന്നത് ഇവിടെ രണ്ട് ഭാഗത്തുള്ള ആറ്റം. അപ്പോൾ ഞാൻ ഇത് വെച്ച് കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഈ ലെങ്ത്തിനൊന്നും ഒരു ചേഞ്ച് ഇവിടെ ഇല്ല. ഇവിടെ ഈ ബോണ്ട് ആംഗിളിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഞാനൊരു വീഡിയോ അയച്ചുതരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് ഓൾ അബൌട്ട് ബെൻഡിങ് വൈബ്രേഷൻ. ഈ 4 ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് എല്ലാം ആവശ്യമാണ്. കാരണം ഇത് ഈ ഭാഗത്തു നിന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ വൈബ്രേഷൻ, അല്ലെങ്കിൽ ഗിവ് എ നോട്ട് അബൌട്ട് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൈബ്രേഷൻസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. അല്ല, ഒരു മോളിക്യൂളിൽ കാണാൻ ചാൻസറിൽ എന്തൊക്കെ വൈബ്രേഷൻസ് ഉണ്ട് എന്നാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക.